ഓക്കെ, അപ്പം നമ്മളിവിടെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് നമ്മളിവിടെ നോക്കിയായിരുന്നു. ഇനി അടുത്ത നമുക്ക് ഇതേപോലെ വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിന് പകരം. അതാണ് നമുക്ക് ഗെറ്റ് എക്സ്പോർട്ട് ഫങ്ഷൻ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ്. ഓക്കെ, ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിന് പകരം നമുക്ക് ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ് ഉണ്ട്. അത് ഇതുപോലെ സെയിം തന്നെയാണ്. ഞാനിത് ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സെയിം തന്നെ നമുക്കിവിടെ API കോളൊക്കെ വിളിച്ച് നമുക്ക് ഇങ്ങനെ ഒരു റിട്ടേൺ പ്രോപ്സിൻ്റെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇവിടെ നമുക്ക് റീവാലിഡേറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇതെല്ലാം സെർവർ സൈഡിലായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ API കോൾ ആയതുകൊണ്ട് നമ്മളിവിടെ അസിങ് ഫങ്ഷന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ് അതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ ഓരോ പേജും അല്ലെങ്കിൽ നമ്മൾ ഓരോ പേജിന് നമ്മളിങ്ങനെ റീഫ്രഷ് ചെയ്യുമ്പോൾ ഈ കോമ്പോണൻ്റ് ഇങ്ങനെ റെൻഡർ ചെയ്യും. ഓക്കെ, കോമ്പോണൻ്റ് റെൻഡർ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം വിളിക്കും. പക്ഷെ ഇതെല്ലാം ഈ ഒരു ഫങ്ഷനാലിറ്റീസ് എല്ലാം ഈ സെർവർ സൈഡിലായിരിക്കും ചെയ്യുന്നത്, കാരണം നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ കാണാൻ പറ്റത്തില്ല. ഇതെല്ലാം സെർവർ സൈഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അതിലായിരിക്കും നമ്മുടെ റിക്വസ്റ്റും റെസ്പോൺസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ കോൺസ്റ്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡോട്ട് REQ, അതുപോലെ ഇതിൻ്റെ റെസ്പോൺസും കോണ്ടെക്സ്റ്റ് ഡോട്ട് RES. ഓക്കെ, ഈ കോണ്ടെക്സ്റ്റിനകത്ത് നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് കാണും. അതിനകത്ത് റിക്വസ്റ്റും റെസ്പോൺസും വരും ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സിനകത്ത്. സോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സെർവർ സൈഡിലായിരിക്കും ഇത് ട്രിഗർ ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാം ഇപ്പോൾ API ഓതറൈസ്ഡ് ഉള്ള ഒരു API ആണെങ്കിൽ നമ്മളിവിടെ ഈ യൂസർ ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. സോ ഈ യൂസർ ക്രെഡൻഷ്യൽസ് എല്ലാം ബാക്ക് എൻഡിലായിരിക്കും ചെയ്യുന്നത്. സോ ഒരു ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കാണിച്ചു തരാം ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, ഇത് വർക്കായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ് ആണോ വേണ്ടത് അതോ ഈ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആണോ ഏറ്റവും നല്ലത്? ഞാൻ പറയുന്നത് ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആയിരിക്കും കുറച്ചുകൂടി ഫാസ്റ്റർ കമ്പയർ ടു ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സെർവർ സൈഡ് പ്രോപ്സിനകത്ത് നമ്മുടെ ഓരോ പേജ് റെൻഡർ ചെയ്യുന്ന ടൈമിൽ ഇത് ഈ API വിളിച്ചുകൊണ്ടിരിക്കും. ഈ API വിളിക്കുമ്പോൾ നമുക്ക് ഡേറ്റ കിട്ടുന്നത് വരെ ഈ ഡേറ്റ കിട്ടിയാൽ മാത്രമേ പേജ് ലോഡായി വരത്തുള്ളൂ. അത് വരെ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സിൻ്റെ കേസിലാണ്. പക്ഷെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിലാണെങ്കിൽ നമ്മുടെ HTML CSS എല്ലാം സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കും. അതായത് അവിടെ ഓൾറെഡി അവിടെ പേജ് കാണും, പക്ഷെ നമുക്ക് ഡേറ്റ മാത്രം കിട്ടിയാൽ മതി. മറ്റേന്ന് പറയുന്നത് ഈ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഡേറ്റ കിട്ടുന്നത് വരെ ഈ പേജ് അങ്ങനെ തന്നെ ഇരിക്കും, പേജ് ലോഡാവുന്ന വരെ ഇരിക്കും. സോ ഡേറ്റ കിട്ടിയാൽ മാത്രമേ അടുത്തത് പേജ് ലോഡായി കാണിക്കത്തുള്ളൂ. സോ ഇത് ഒരു ചെറിയ സ്ലോ പ്രോസസ്സാണ് കമ്പയർ ടു ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആയിരിക്കും. ഇപ്പം ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് യൂസ് ചെയ്യും. ചില കേസിൽ നമ്മൾ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സ് യൂസ് ചെയ്യും, കാരണം നമുക്ക് ബാക്ക് എൻഡിൽ ഓപ്പറേഷൻ നടക്കണം. ഇപ്പോൾ സെർവർ സൈഡ് ഓപ്പറേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സും ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സ് വളരെ ഫാസ്റ്റർ ആയിരിക്കും ഗെറ്റ് സെർവർ സൈഡ് പ്രോപ്സിനെക്കാളും. ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിൽ ഓൾറെഡി നമ്മുടെ HTML-ഉം CSS ഫയൽസ് എല്ലാം ലോഡായിരിക്കും, പക്ഷെ ഡേറ്റ മാത്രം കിട്ടിയാൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ ഡേറ്റ കിട്ടുന്നത് വരെ പേജ് ലോഡായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.